ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ജ്വല്ലറി ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ചായി വീഡിയോ ചെയ്തിട്ട് എനിക്കൊന്ന് 1 മാസത്തിന് മേളിലായി. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് അതിനിടയ്ക്ക് കുറച്ച് ബിസിയായി. ഞാനൊരു ജ്വല്ലറി ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈനാണ്. അതിൻ്റെ പേര് നൈറ ബൈ റീഗൽ എന്നാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഹാവ് എ ലുക്ക്. അത് നൈറ ബൈ റീഗൽ. അതിൽ പോയിട്ട് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ DM ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിൽ തന്നെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓർഡർ ചെയ്യാം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതൊരു കാര്യം. പിന്നെ വന്നിട്ട് ഞങ്ങൾ ചർച്ചിൽ ഇപ്പോൾ താങ്ക്സ് ഗിവിങ് സർവീസ് ആനുവൽ ഹാർവസ്റ്റ് സെയിലൊക്കെ ഉണ്ടാവും. കുറച്ചൊക്കെ പേർക്ക് അതെന്താണെന്ന് അറിയായിരിക്കും. എങ്കിലും ഞാനൊന്ന് പറയാം എന്താണെന്ന്. നമ്മളുടെ ഇൻകത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ചർച്ചിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അത് പല ആവശ്യങ്ങൾക്കായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ആയിക്കോളും. ഇത്ര എമൗണ്ട് കൊടുക്കണമെന്ന് അങ്ങനെ ഇത്ര കൊടുക്കണം അങ്ങനെ ഒരു ഇതില്ല. നമ്മളുടെ കൊടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾക്കൊരു മനസ്സിനൊരിതുണ്ടല്ലോ, അങ്ങനെ കൊടുക്കുക. അതൊരു ഓപ്ഷൻ. പിന്നെ വന്നിട്ട് ഇങ്ങനെ അവിടെ സ്റ്റോൾസൊക്കെ ഉണ്ടാവും. ഇപ്പം നമുക്ക് അല്ലെങ്കിൽ ഫുഡ് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ മെയിൻ ഡിഷസോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊടുക്കാം. അപ്പം അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങിച്ചാണെങ്കിലും അവിടെ കൊടുക്കാം. അപ്പോൾ അതൊരു അതിനൊരു വില ഫിക്സ് ചെയ്തിട്ട് അവിടെ സെയിലിന് വെക്കും. അപ്പോൾ ആവശ്യമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കല്ല, പുറത്തുനിന്ന് വരുന്നവർ മേടിക്കും, ടൂറിസ്റ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ മേടിക്കും. അപ്പോൾ ആ എമൗണ്ട് ചർച്ചിലേക്ക് പോകും. അങ്ങനെ ഒത്തിരി എല്ലാവരും തന്നെ ഓരോന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യും, ഓരോന്ന് കൊണ്ടുവരും. അങ്ങനെ പല ഫുഡ് ഐറ്റംസ് തന്നെയല്ല, ക്രാഫ്റ്റ് ഐറ്റംസ്, തുണി, അങ്ങനെ പല സാധനങ്ങൾ, അങ്ങനെ ഒരിത്. പിന്നെ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നമ്മൾക്ക് ഗ്രോസറി ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പം ഗ്രോസറി ഐറ്റംസ് അരി, പരിപ്പ്, എണ്ണ അങ്ങനെയുള്ള, അല്ലെങ്കിൽ സോപ്പ് പൊടി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇങ്ങനെയൊക്കെ നമ്മൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതങ്ങനെ നീഡി പീപ്പിളിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ബനാന മഫിൻസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് നാളായില്ല വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ബനാന മഫിൻസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഇത്തിരി കൂടുതലായിട്ടുള്ള അളവിലാണ്. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് പറയുമ്പോൾ നമുക്ക് സാധാരണ ഒരു വീട്ടിലേക്ക് കുറച്ചായിട്ട് ഉണ്ടാക്കാനുള്ള അളവിനുള്ള മെഷർമെൻറ്റ് പറഞ്ഞോളാം. അപ്പോൾ നമുക്ക് ബനാന മഫിൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യം വേണ്ട നല്ല പഴുത്ത പഴമാണ്, നല്ല കറുത്ത സ്പോട്ടൊക്കെ വന്നിട്ടുള്ളത്. റോബസ്റ്റയാണ് എടുക്കേണ്ടത്. ഇവിടെ അതിന് മോറിസ് എന്നാണ് പറയുക. ഞാൻ കുറച്ചായിട്ട് ഉണ്ടാക്കാനുള്ള അളവാണ് പറയുന്നത്. പഴം നന്നായിട്ട് മാഷ് ചെയ്ത് കൈകൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒരു 1.5 കപ്പ് മൈദ. 1.5 കപ്പ് മൈദയ്ക്ക് 3/4 കപ്പ് ഷുഗർ പൊടിക്കേണ്ട ആവശ്യമില്ല, മുഴുവനായിട്ട് തന്നെ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം കൂടെ ഒരു വിസ്ക് കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/2 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടറാണ്. മെൽറ്റ് ചെയ്തിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. മെൽറ്റ് ചെയ്ത ബട്ടർ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിക്കുക. പിന്നെ നമ്മൾ മാഷ് ചെയ്ത് വെച്ചേക്കുന്ന പഴവും ഇതിലേക്ക് ചേർക്കുക. പഴം ഈ അളവിലേക്ക് 3, വലുതാണെങ്കിൽ 3 ബനാന അല്ലെങ്കിൽ 4. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ ഒരു 3 മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുക. ഈ ഒരളവിൽ എടുക്കുമ്പോൾ ഒരു 25 മഫിൻസ്, ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ആ കപ്പിൻ്റെ സൈസാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ കപ്പാണെങ്കിൽ അതിലും കൂടുതൽ കിട്ടും. ഈ ബീറ്റ് ചെയ്ത മുട്ടയും ഇതെല്ലാം കൂടെ ചേർത്ത്
ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ബീറ്റർ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ബീറ്റർ ആണെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഓവർ മിക്സ് ചെയ്യരുത്. ഓവർ മിക്സ് ചെയ്ത് അത് അതിൻ്റെ ടെക്സ്ചർ കറക്റ്റ് ആവത്തില്ല. ജസ്റ്റ് ഒന്നെല്ലാം കൂടെ നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്തിടണം. 150 ഡിഗ്രി മതിയാകും. ഇത് മഫിൻസ് അല്ലേ, സോ 150 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്തിടുക. എന്നിട്ട് നമ്മുടെ കപ്സിലേക്ക് ഇത് ഒരു പകുതി ഫില്ല് ചെയ്താൽ മതി. എന്നിട്ട് അത് ഫില്ല് ചെയ്തിട്ട് ഓവനിലേക്ക് ഈ 150 ഡിഗ്രിയിൽ ഒരു 35 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. ഡിപ്പെൻസ് ഓൺ ഓരോ ഓവനും ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരിക്കും, അത് നോക്കിയിട്ട്. ഏതായാലും എടുക്കുമ്പോൾ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കുമ്പോഴത്തേക്കും അതിലൊട്ടും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ആയി എന്ന് മനസ്സിലാക്കാം. പിന്നെ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചോക്കോ ചിപ്സോ ബദാം നട്ട്സ് അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. അങ്ങനെ മഫിൻസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് നേരം ആയി, എല്ലാം ആറി, എല്ലാം എടുത്തു വെച്ചു, പാക്ക് ചെയ്ത് എടുത്തു വെച്ചു. കൊണ്ടുപോകാനുള്ള ഒരു 5-8 എണ്ണം വീട്ടിലത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ പറഞ്ഞ് ഞാനിപ്പം എടുത്തിട്ടുണ്ട്. ഇത്തിരി കാപ്പി ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനത്തെ ഫോയിലിൻ്റെ കപ്സിലാണ് ഉണ്ടാക്കിയത്. അതാകുമ്പം മഫിനല്ലേ, അപ്പം കുറച്ച് ഇത്തിരി വലുതായിരിക്കുമല്ലോ. അതിപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ വരും. ഇതാ ഇങ്ങനെയാണ്. അപ്പം ചർച്ചിലേക്ക് കൊടുത്ത് കുറച്ചുകൂടെ പൊങ്ങി ഇങ്ങനെ കുറച്ചുകൂടെ ബാറ്റർ ലാസ്റ്റ് കുറച്ചായപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലേക്ക് ഇത്തിരി എടുത്തതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണ്. സെയിം രീതിയിൽ തന്നെ ബനാന ലോഫായിട്ട് കേക്കായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ബനാന മഫിൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ വന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കും. ഒരുപാട് സ്നേഹത്തോടെ ബൈ.